വീണ്ടും വരുന്ന നല്ലവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തിനെ അറിയിക്കുന്നു. ഇന്ന് കടന്നു വന്ന് നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദുരാത്മമണ്ഡലങ്ങൾ പൊട്ടിയെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആവിചാരത്തിൻ്റെ കെട്ട് പൊട്ടിയെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഭയത്തിൻ്റെ ദുരാത്മാവ് വിട്ടുമാറിയെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പുതിയൊരു അഭിഷേകത്തിൻ്റെ മണ്ഡലം തുറന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യെസ്, കരങ്ങൾ നല്ലപോലെ തട്ടി ഹല്ലേലൂയ. നമുക്ക് വളരെ പെട്ടെന്ന് കർത്താവിൻ്റെ തിരുവചനത്തിലോട്ട് കിടക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. അത് ഞാൻ അക്കമിട്ട് അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടമാണെന്ന് എനിക്കറിയാം. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്നോട് പറഞ്ഞ 1-2 ശബ്ദങ്ങൾ, 1-2 വെളിപ്പാടുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഉൽപ്പത്തി 1:1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു. കേട്ടോ, 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഓക്കെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന ഇത്ര മനോഹരമായ ഒരു ഭൂമിയെ ദൈവം ആദിയിൽ സൃഷ്ടിച്ചു. പക്ഷേ വാക്യം 2 പറയുന്നു, ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് ആ ഭൂമിയിൽ വേണ്ടതെല്ലാം തമ്പുരാൻ കൊടുത്തു. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഭൂമി പോലെ മനോഹരമായ ഐശ്വര്യപൂർണമായ ഒരു ഭൂമിയെ കർത്താവ് സൃഷ്ടിച്ചു. പക്ഷേ ദിവസങ്ങൾ എത്രയോ മാസങ്ങളോ വർഷങ്ങളോ അറിയില്ല, ഒരിക്കൽ ഈ ഭൂമി പാഴും ശൂന്യമായി പോയി. ശ്രദ്ധിക്കണം, സ്വർഗത്തിലെ അപ്പൻ സൃഷ്ടിച്ച അനുഗ്രഹിച്ച ഭൂമി ഒരു സമയമായപ്പോൾ ശത്രു അതിനെ പാഴും ശൂന്യവുമാക്കി. മനസ്സിലാകുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? തമ്പുരാന്റെ സൃഷ്ടിയെ പാഴും ശൂന്യവുമാക്കുവാൻ ശത്രുവിന് കഴിഞ്ഞാൽ നിന്റെ സകല പദ്ധതികളെയും പാഴും ശൂന്യമാക്കാൻ ശത്രുവിന് ഈസിയാണ്. നിന്റെ ബിസിനസ്, നിന്റെ ആരോഗ്യം, നിന്റെ സമാധാനം, നിന്റെ സന്തോഷം, നിന്റെ സമ്പത്ത്, ഇതിനെയെല്ലാം പാഴും ശൂന്യമാക്കുവാൻ ശത്രുവിന് വളരെ എളുപ്പമാണ്. കാരണം അപ്പനുണ്ടാക്കിയ നന്മയെ ഇവൻ ചോർത്തിക്കളഞ്ഞവനാ. പക്ഷെ ഇത് പാൽക്കാലം ഞാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നൊരു കാര്യം പറയാം. അപ്പനുണ്ടാക്കിയ നന്മയെ, ആ ഭൂമിയെ ശത്രു പാഴും ശൂന്യമാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അധിക നാളൊന്നും പാഴും ശൂന്യമായി ഇരിക്കുവാൻ തമ്പുരാൻ അനുവദിച്ചില്ല. സ്തോത്രം, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ തമ്പുരാൻ അനുഗ്രഹിച്ച ഒരു ദിവസം ശത്രു ആ നന്മയെ തകർത്ത് ആ ഭൂമിയെ മുഴുവനും പാഴും ശൂന്യമാക്കി ജയാളിയായെന്ന് അവൻ വിചാരിച്ചു, സന്തോഷിച്ചു. ലൂസിഫറിന്റെ സാമ്രാജ്യം വലിയ ഉത്സവം പോലെ പാതാളത്തിൽ അത് കൊണ്ടാടിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അവന്റെ സന്തോഷത്തിന്റെ വീര്യത്തെ കെടുത്തുന്ന ഒരത്ഭുതം ലൂസിഫർ കണ്ടു. എന്താണ്? അവൻ പാഴാക്കിയ അതേ ഭൂമിയെ തമ്പുരാൻ വീണ്ടും അതിനെ അനുഗ്രഹിച്ച് നിറച്ചു. സ്തോത്രം. ഇന്ന് പാൽക്കാലം ഇവിടെ നിന്നൊരു ദൂത് പറയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നിനക്ക് തന്ന കുടുംബ സമാധാനം, ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലുള്ള സ്വസ്ഥത, നിന്റെ സാമ്പത്തിക പുഷ്ടി, നിന്റെ തലമുറയിലുള്ള നന്മ, നിന്റെ ബിസിനസ്സിലുള്ള നന്മ, നിന്റെ ആത്മീക മണ്ഡലങ്ങളിലുള്ള ഉയർച്ച, ഇതൊക്കെ തമ്പുരാൻ തന്ന് നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ശത്രു കയറിയത് അറ്റാക്ക് ചെയ്ത് അതിനെ പാഴും ശൂന്യമാക്കിയിട്ടുണ്ടെങ്കിൽ
ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, ഞാൻ അതിനെ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നു. ആ ശൂന്യത ഞാൻ നിറയ്ക്കാൻ പോകുന്നു. എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ മുഴുവനും തിരിച്ചു തരുന്ന നല്ലൊരു സ്വർഗമാ നമ്മുടെ ദൈവമെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടെ കരങ്ങളടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഇതാണ് നമ്മുടെ അപ്പൻ. അപ്പൻ തരുന്നത് ശത്രു പാഴ് ശൂന്യമാക്കിയാൽ കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആമേൻ പറ. അപ്പൻ തന്ന സമ്പത്ത്, സമാധാനം, സ്വസ്ഥത അത് ശത്രു കയറി അറ്റാക്ക് ചെയ്ത് നിന്നെ ഒരു വല്ലാത്ത വിഷമസ്ഥിതിയിൽ കൊണ്ടിടുമ്പോൾ എനിക്കിനിയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ സംഭവിച്ചതെല്ലാം നിന്റെ കഴിവുകുറവ് കൊണ്ടാണ്, നീ ചെയ്ത പാപം കൊണ്ടായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടപെടത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവല്ല ഞാനും നീയും വിശ്വസിക്കുന്ന ദൈവം. നിന്റെ സ്വഭാവമോ ഇതൊന്നും പരിഗണനയ്ക്കെടുക്കാതെ, യാതൊരു ക്ലോസ് വെക്കാതെ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന നല്ലൊരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ കരമടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. നമ്മൾ വെറുതെ ഒന്നുമല്ല ഇവിടെ വന്നിരുന്ന് ആരാധിക്കുന്നത്. സ്തോത്രം. വെറുതെ ഒന്നുമല്ല സ്നാനപ്പെട്ടത്. നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് ഈ ഒരു മാർഗത്തിലോട്ട് ഇറക്കിയത് തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പിലാണ്. സ്തോത്രം. ആ ഉറപ്പുണ്ടെങ്കിൽ ശത്രുവിനെ തൊടാൻ പറ്റത്തില്ല. ഒരു പക്ഷേ അവൻ തൊട്ടാലും കണ്ണടച്ച് കിടന്ന് ഉറങ്ങുന്ന ദൈവമല്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. ശത്രു തൊട്ടാൽ, ശത്രു വന്ന് എടുത്തു മാറ്റിയാൽ 100 ഇരട്ടി അപ്പുറമായി തന്ന് മാനിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവ് നമുക്കുണ്ട്. യേശു വിളിച്ചു പറയുന്നു, നിന്നെ ഞാൻ അനാഥരായിട്ട് വിടത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ജീവനുള്ള മനുഷ്യനെ പോലെ ഇറങ്ങിപ്പോണം. ഇന്ന് കുറച്ച് പരാജയങ്ങൾ ഉണ്ടായേക്കാം, ഇന്ന് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. അതിൻ്റെ അർത്ഥം അപ്പൻ നിന്നെ കൈവിട്ടു എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം വലുത് ചിലത് ദൈവം നിനക്ക് വേണ്ടി തരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. സ്തോത്രം. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറ. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നോ, അത് നിങ്ങളെ ശത്രു പറഞ്ഞ് കളിപ്പിക്കുകയാണ്. ഏതാണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന്. നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു, നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ തിരിച്ചു വരണം. ഈ മെസ്സേജ് കഴിയുമ്പോൾ ആത്മാവിന് ബലമുണ്ടാകണം. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ ഈ ഭൂമിയെ സ്വർഗം വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. എൻ്റെ കർത്താവ് നല്ലൊരു ക്രിയേറ്ററാണ്. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്നുണ്ട്. കരം കൊടുത്തിട്ട് പറ, ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, തമ്പുരാനത് തിരിച്ചു തരാൻ പോവുകയാണെന്ന് പറ. ഈ ഭൂമിയിലുള്ള സകല മൃഗങ്ങളെ സൃഷ്ടിക്കുന്നു, പർവ്വജാതികളെ സൃഷ്ടിക്കുന്നു. സ്തോത്രം. മത്സ്യങ്ങളെ സൃഷ്ടിക്കുന്നു, മരങ്ങളെ സൃഷ്ടിക്കുന്നു, ഫലം തരുന്ന വൃക്ഷങ്ങളെ സൃഷ്ടിക്കുന്നു, പുൽക്കൊടികളെ സൃഷ്ടിക്കുന്നു. ആമേൻ. 5 ദിവസം തമ്പുരാൻ ഇതെല്ലാം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്തൊരു വാക്ക് കിടപ്പുണ്ട്. ഓരോന്ന് ചെയ്തിട്ട് തമ്പുരാൻ പറയും, ഇത് നന്ന്, ഇത് നന്ന്, ഇത് നന്ന്, ഇത് നന്നെന്ന് കണ്ടുകൊണ്ട് അടുത്ത പരിപാടിയിലോട്ട് കയറും. സ്തോത്രം. അത് നന്നെന്ന് കണ്ട് അടുത്ത പരിപാടിയിലോട്ട് കയറും. ദൂത് ഞാൻ കൈമാറാം. സ്വർഗം നിനക്ക് തരുന്നത് മുഴുവനും നന്മയാ. പോരാ, അതിന് ഇങ്ങനെ കരമടിച്ചാൽ പറ്റത്തില്ല. ഇന്ന് നിങ്ങൾ ഈ ചില വെളിപ്പാടിലോട്ടൊന്ന് കടന്നു വരണം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ യഹോവയെ ദൈവം ഓരോന്നുണ്ടാക്കിയിട്ട് പറയുന്നു, ഇത് നന്ന്, ഇത് നന്ന്, ഇത് നന്ന്, ഇത് നന്ന്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം മോശമാണെന്ന്? ആ മോശപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ തമ്പുരാൻ അതിനെ നന്മയിലോട്ട് മാറ്റാൻ പോകുന്ന ഒരു പാൽക്കാലമാണ്. അത് ഇരിപ്പ് കണ്ടാൽ ദൈവം ഇത് ചെയ്യത്തില്ല. നിന്റെ ഉത്സാഹം കണ്ടാൽ ഇന്ന് നിന്റെ മുകളിൽ വ്യാപരിക്കുന്ന ചില തിന്മയുടെ വശങ്ങളെ
കർത്താവ് നന്മയിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പോകുക. സ്തോത്രം, സ്തോത്രം. ഇത് എനിക്ക് കൊണ്ട് തരാൻ പറ്റത്തില്ല, പക്ഷേ ദൈവസന്നിധി താഴായ്മയോട് ഇരുന്ന് വചനത്തിനെ നിങ്ങൾ റിസീവ് ചെയ്താൽ വളരെ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് വരും. വളരെ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് വരും. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവ് എന്ത് നിനക്ക് ചെയ്താലും അത് നല്ലതാണ്, അത് നല്ലതാണ്, അത് നല്ലതാണ്. സ്തോത്രം. സമാധാനമുണ്ടോ ഹൃദയത്തിൻ്റെ അകത്ത്? ഉണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയ്ക്കകത്തും ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിരിച്ചൊന്നിരുന്നേ, ഒന്ന് ചിരിച്ചേ, സന്തോഷത്തോടൊന്ന് ചിരിച്ചേ. പാസ്റ്ററെ, നിങ്ങൾക്ക് ഇങ്ങനൊക്കെ നിന്ന് വാചകം അടിക്കാം, ചിരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല ഞങ്ങൾ, എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ പറ്റുമോ? ഈ അവസ്ഥയെ നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ പറ്റിയാൽ ഈ ചിരി ആനന്ദമാക്കി മാറ്റുന്ന ഒരു മനുഷ്യന്റെ മധ്യത്തിൽ വന്ന് നിൽപ്പുണ്ട്. നിന്റെ കരച്ചിൽ കണ്ടിട്ട് പോകുന്ന ദൈവമല്ല, നീ സന്തോഷത്തോടെ ഇരുന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു യേശു കർത്താവ് ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കരകൾ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി റിസൾട്ട് വരുന്ന ഒരു ദിവസമായത്. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ തലമുറയുടെ പോലെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസമാ. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങളിൽ ഒരു ഉണർവുണ്ടാകാൻ പോകുന്ന ദിവസമാ. ഹല്ലേലൂയ. അതിന്റെ വാക്യം 26. അപ്പോൾ ഒന്ന് എന്താണ്? ദൈവമുണ്ടാക്കിയ മനോഹരമായ ഭൂമിയെ പാഴ് ശൂന്യമാക്കി കളഞ്ഞെങ്കിൽ തമ്പുരാൻ വീണ്ടും ആ ശൂന്യതയെ മാറ്റി അതിനെ പുതിയതായിട്ട് സൃഷ്ടിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എനിക്ക് വേണ്ട, വേറൊരു ഭൂമി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയില്ല. ഭൂമി അവിടെ ഉണ്ട്. ഭൂമിയിൽ ദൈവം കൊടുത്ത നന്മകൾ, ശത്രു കൊണ്ടുപോയ നന്മകളെ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്തു. ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അവൻ തിരിച്ചു തരുന്ന ദൈവമാണ്. അവൻ ഉയർത്തുന്ന ദൈവമാണ്. അവൻ മാനിക്കുന്ന ദൈവമാണ്. അവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറ്റമില്ലാത്തൊരു ദൈവമാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പൽക്കാലം സ്വർഗം എന്തൊക്കെയോ അത്ഭുതങ്ങൾ ചെയ്യുന്നുവെന്ന് ആത്മാവ് ദൂത് പറയുന്നു. അത് വേണ്ടവരെ സ്വീകരിക്കുക. ഇന്ന് പൽക്കാലം ചിലതിന്റെ കരങ്ങളിൽ എത്തുന്ന പൽക്കാലമാ. അതിന്റെ വാക്യം 26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്നൊരു കരം കൊടുത്തിട്ട് പറ, ചുമ്മാ അത് പറഞ്ഞപ്പോഴും ഉണ്ടായതല്ല, എന്നെ തമ്പുരാൻ ഉണ്ടാക്കി വിട്ടതാന്ന് പറ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചിന്നമാമ ഉണ്ടായി വന്നതല്ല, നിന്നെ തമ്പുരാൻ ഉണ്ടാക്കിയെടുത്തതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ആരും ഇവിടെ ഉണ്ടായി വന്നതല്ല, സ്വർഗം നിന്നെ ഉണ്ടാക്കിയതാണ്. അതെന്താ അങ്ങനെ? എല്ലാം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി വന്നപ്പോൾ ഒരു മനുഷ്യനെ അങ്ങനെ ഉണ്ടാക്കാമായിരുന്നല്ലോ. പറ്റത്തില്ല കേട്ടോ. മരവും മൃഗങ്ങളും പക്ഷികളും ഒന്നും അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമല്ല. അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒന്നുണ്ടാകണമെങ്കിൽ അത് ഞാൻ പിറക്കണം. ഒന്നുണ്ടാകണമെങ്കിൽ അത് നീ പിറക്കണം. സ്തോത്രം. എടാ, അങ്ങനെ ഒരു 10 ഉണ്ടാകണമെങ്കിൽ നീ പിറക്കണം. നിന്നിൽ കൂടാണ് ദൈവ മഹത്വം ഇറങ്ങേണ്ടത്. അല്പം മുമ്പേ ജെയിംസ് ബ്രദർ പറഞ്ഞതുപോലെ നിന്റെ ഉള്ളിലാണ്, ആ തിരുനിവാസത്തിനകത്താണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. അങ്ങനെ ഒരു ആത്മാവ് വസിക്കണമെങ്കിൽ ഉണ്ടായ പോരാ, അതിന്റെ പരിമിതികളെ പൊട്ടിച്ച് ആർക്കും അന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ ഒരു ആലയ സൃഷ്ടിക്കണം. അതത്രേ ഞാനിതിയും. നിങ്ങളെ മനസ്സിലോട്ട് നോക്കിയോ, നിങ്ങൾ ആരാ പുള്ളികൾ? സ്തോത്രം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ മഴയ്ക്ക് കിളിർത്ത് വന്നതല്ല നിങ്ങൾ. സ്തോത്രം. ആലോചിച്ച് ശത്രു തൊടുവാൻ പഴുതുള്ള സർവ പഴുതുകളും അടച്ച്
ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത തരത്തിൽ അവൻ്റെ രൂപത്തിലെ സാദൃശ്യത്തിലോ എന്നെ നിങ്ങളെയും അവൻ മെനഞ്ഞെടുത്തു. മെനഞ്ഞെടുത്തു. ഒരു കുശവൻ മണ്ണെടുത്ത് കുഴച്ച് അവൻ ഇഷ്ടമുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്നതുപോലെ അവൻ മണ്ണെടുത്ത് ഞാൻ എന്നെ പറ്റി പറയാം, എന്നെ അങ്ങ് കുഴച്ചു. സ്തോത്രം. എന്നെ കയ്യിലിട്ട് കുഴച്ചിട്ട് ഈ രൂപത്തിൽ അങ്ങ് മെനഞ്ഞു. സ്തോത്രം. ഈ രൂപത്തിൽ അങ്ങ് മെനഞ്ഞിട്ട് ഈ മൂക്കിൻ്റെ അകത്ത് അവൻ്റെ ചുണ്ടടുപ്പിച്ച് വെച്ച് ഒരൊറ്റ ഊത്തൂതി. ആ ശ്വാസം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ അകത്തുള്ള ഹാർട്ടും ലിവറും ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുവരെ ഇല്ലാത്തത് സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കാറ്റടിച്ചാൽ ഇല്ലാത്തത് മുഴുവനും സൃഷ്ടി. എത്ര പേർക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ട്? ഇല്ലാത്തതിനെ സൃഷ്ടിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കാറ്റിന് പറ്റും. നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന്റെ കയ്യിലിരുന്ന മണ്ണാ ഞാൻ. ദൈവത്തിന്റെ കയ്യിലിട്ട് കുഴച്ച മണ്ണുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ആ തമ്പുരാന്റെ കരവിരൽ സ്പർശിക്കാത്ത ഒരു സ്ഥലവും നിന്റെ ശരീരത്തില്ല. ആമേ. എന്നിട്ട് ഒരൊറ്റ ഊത്. പുറം കൈകൊണ്ട് സൃഷ്ടിച്ചെങ്കിൽ ആകാം ഊതി സൃഷ്ടിച്ചു. ഈ വെളിപ്പാടിലോട്ട് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കടന്നു വരാൻ പറ്റും? അവൻ ഊതിയാലോ ചിലത് സംഭവിക്കും. ഭയന്നിരിക്കുന്ന 11 നിരത്തി നിർത്തിട്ട് പറഞ്ഞു, ഒരൊറ്റ ഊതിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അടുത്തിരിക്കുന്നതോട് പറ, തമ്പുരാൻ ഊതിയാലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു പറ. സ്തോത്രം. ഇന്ന് ആത്മാവിനെ വഹിച്ചുകൊണ്ടെടുക്കുന്ന ഞാൻ നിങ്ങളുടെ മുകളിൽ ഊതിയാലും ചിലത് സംഭവിക്കും. ഈ റൂമാല് വലിച്ചെറിഞ്ഞാലും ചിലത് സംഭവിക്കും. ഈ കൈവച്ചാല് ചിലത് സംഭവിക്കും. കാരണം അവന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നുണ്ട്. പുറമേ കാണുന്ന മനുഷ്യനല്ല, എന്റെ അകത്ത് എനിക്കൊരു സോളുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അവന്റെ കൺട്രോളിലാ ഞാൻ. അവൻ പറയുന്നിടത്ത് സംഭവങ്ങൾ നടക്കും. ഹല്ലേലൂയ. അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അങ്ങ് മെനഞ്ഞു. സ്തോത്രം. അപ്പൊ നിങ്ങൾ ശരിക്ക് ബൈബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാം, അങ്ങനെയെങ്കിൽ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മെനഞ്ഞുണ്ടാക്കിയാൽ നമ്മളെല്ലാം ഒരുപോലെ ഇരിക്കണ്ടേ? നമ്മുടെ മുഖഛായ, നമ്മുടെ ശരീരം എല്ലാം ഒരുപോലെ വരണ്ടേ? അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലല്ലേ ഉണ്ടാക്കിയത്? ഹലോ. നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായാലും ഒന്നാ അപ്പൻ്റെ കൂട്ടിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരുടെ ചായ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്യപ്പൻ്റെ വല്യമ്മയുടെയോ. സത്യമാണോ അല്ലയോ? ആമേൻ. ഇവിടെ തമ്പുരാൻ വചനത്തിൽ പറയുന്നു, അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മെനഞ്ഞുണ്ടാക്കി. അങ്ങനെയെങ്കിൽ നമ്മളെന്താ ഒരുപോലെ ഇരിക്കാത്തത്? എൻ്റെ കൂട്ടാണോ ജയേഷ് ബ്രദർ ഇരിക്കുന്നത്? എൻ്റെ കൂട്ടാണോ നാരായണ ചേട്ടൻ ഇരിക്കുന്നത്? എന്തൊരു വ്യത്യാസമാണ്. സ്തോത്രം. അപ്പോൾ വചനം തെറ്റല്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. വചനത്തിന് ഒരിക്കലും തെറ്റത്തില്ല. തെറ്റുന്നത് നമുക്കാ. സ്തോത്രം. ദൈവം അദൃശ്യനായ ദൈവമാണ്. അവന് രൂപങ്ങളില്ല, അവന് ഭാവങ്ങളില്ല, അവന് അനാച്ഛാദനമില്ല. സ്വർഗം യേശുവിനെ പോലെ തന്നെ മെനഞ്ഞുണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ലോകത്തുള്ളവരെല്ലാം യേശു ദോണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്നേനെ അല്ലേ? അപ്പോൾ മഹത്വം എവിടെ പോയി? എനിക്ക് വരും. സ്തോത്രം. തമ്പുരാൻ അതിനെ അങ്ങ് കലക്കി. അങ്ങനെ ആരും യേശു ആകണ്ട, രൂപത്തിൽ ആരും യേശു ആകണ്ട, പ്രവൃത്തിയിൽ യേശുവായ മതി. ഓ, എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? രൂപമല്ല കുഞ്ഞേ, പ്രവൃത്തിയാണ് വലുത്. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെട്ടാൽ നീ യേശുവിന്റെ പകരക്കാരനാ. അതിന് രൂപത്തിന്റെ ആവശ്യമില്ല.
ഹല്ലേലൂയ. ഇനിയും ദൈവവചനം തെറ്റാൻ പാടില്ലല്ലോ. അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ മെനഞ്ഞെടുത്തെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ കാണണമോ? ഇതിനകത്ത് എത്ര പേർക്ക് യേശുവിനെ കാണണം? കരമൊന്ന് ഉയർത്തിക്കേ. ഇപ്പോൾ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. ചിലർക്ക് യേശുവിനെ കാണുകയോ വേണ്ട, ചിലർക്ക് കാണണം. എന്നാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ തരാം, കണ്ടോണം. കണ്ടോ? ഞാനാ യേശു. ഇനി എനിക്ക് യേശുവിനെ കാണണമെങ്കിലോ എനിക്ക് ജയശ്വരന്റെ മുഖത്ത് നോക്കിയാൽ മതി, ചിന്നമ്മയുടെ മുഖത്ത് നോക്കിയാൽ മതി, ഇല്ലിരിക്കുന്ന സിസ്റ്ററുടെ മുഖത്ത് നോക്കിയാൽ മതി. എടാ, ദൈവത്തിന്റെ രൂപമില്ല, നീ ആരെ നോക്കുന്നോ അത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ, ദൈവത്തിന്റെ രൂപമാണെന്ന് ഇന്ന പാൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? സ്തോത്രം. അതുകൊണ്ട് കറുത്തവനെ കാണുമ്പോൾ വെളുപ്പുള്ളവര് എനിക്ക് വലിയ വെളുപ്പാണ്, അവർക്ക് കറുപ്പാന്ന് പറയരുത്. സ്തോത്രം. നീളമില്ലാത്തവൻ നീളമില്ല ഉള്ളവനെ കാണുമ്പോൾ നീളമുള്ളവൻ പറയരുത് എനിക്ക് വലിയ ഹൈറ്റ് കൂടുതലാന്ന്. അങ്ങനെ പറഞ്ഞാൽ നീ ഈ പദ്ധതിക്കകത്തുനിന്ന് പുറത്താണ്. സ്തോത്രം. ദൈവം എല്ലാവരെയും ഉണ്ടാക്കിയിരിക്കുന്നത് അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. അതിനകത്ത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഇല്ല. അത് മനുഷ്യന്റെ പദ്ധതിയാണെങ്കിൽ എല്ലാവരെയും സ്വർഗ്ഗം മണ്ണെടുത്ത് കുഴച്ചുണ്ടാക്കി അവന്റെ സാദൃശ്യവും സ്വരൂപവും കൊടുത്തെങ്കിൽ ഞാനും നിങ്ങളും കാണപ്പെട്ട ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ എത്ര പേർക്ക് ഒരു പവറൊക്കെ വരുന്നുണ്ട്? അത് ഇപ്പോഴും പഴയതുപോലെ ഇരിക്കുവാന്നോ? എന്നെ കർത്താവ് മെനഞ്ഞുണ്ടാക്കി അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുണ്ടാക്കിയ ദൈവമാ ഞാൻ. ഈ ഒരു വെളിപ്പാടിലോട്ട് നിങ്ങൾ കടന്നു നിന്നാൽ നിന്റെ അവസ്ഥകളെ അപ്പൻ മാറ്റും, ഉറപ്പാണ്. ഇന്ന് നിനക്കൊരു മനോഭാവമില്ല. ഇന്ന് പ്രസംഗിക്ക് ഞാൻ പുഴുവാ, ഞാൻ ചാരമാ. ആ കാലം പോയത് ഞാൻ പുഴുവുമല്ല, ഞാൻ ചാരവുമല്ല. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അവന്റെ ഭാവവും രൂപവും അവന്റെ ശക്തിയുമുള്ള അഭിഷിക്തരുമാണ് നമ്മൾ. ഹല്ലേലൂയ. പഴയ വെളിപ്പാടുകളൊക്കെ പൊട്ടിച്ചു കളഞ്ഞ് പുതിയതോട്ട് കടന്നു വാ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാൻ പറ്റും? അവര് മാത്രം കരങ്ങളെ തട്ടി എന്റെ കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങനെ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിന് മനുഷ്യനെ ഉണ്ടാക്കി. കേട്ടോണേ, ഇവിടെ പഴയ നിയമത്തിൽ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിനും മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞു. എന്താണത് പറഞ്ഞത്? അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ചെന്ന്, സ്തോത്രം, കുഞ്ഞുങ്ങളെ പെറ്റുപെരുകി സകലത്തിനെയും വാഴുന്നവരായി മാറണം. ആമേൻ. വെറുതെ ഒരു പദവി കൊടുക്കുകയല്ല, വെറുതെ ഒരു റബ്ബർ സ്റ്റാമ്പായി നമ്മളെ സൃഷ്ടിച്ചതല്ല. അവന്റെ സാദൃശ്യവും സ്വരൂപം തന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ശക്തിയും അവന്റെ അധികാരങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് എൻ്റെ ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രമേ അങ്ങനെ കരമടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാവൂ. സ്തോത്രം. എന്താണ്? ഭൂമിയിലുള്ള സകല മൃഗങ്ങളെയും സകല മത്സ്യങ്ങളെയും ഭൂമിയിലുള്ള സകലത്തിനെയും, ശ്രദ്ധിക്കണം, ഭൂമിയിലുള്ള സകലത്തിനെയും വാഴുവാനുള്ള അധികാരം സ്വർഗം നിനക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനൊരു അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും പക്ഷികളെയും സകലത്തിനെയും വാഴുവാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്ന കരം ഉയർത്തിക്കേ. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ മന്ത്രവാദിയെ ആരാ വാഴേണ്ടിയത്? മന്ത്രവാദിയുടെ മുകളിൽ അധികാരം ആർക്കാണുള്ളത്? മിണ്ടാട്ടം മുട്ടിപ്പോയി, പറയാൻ തൻ്റെ ഇടമില്ല. ഇന്നും ആഭിചാരം പറഞ്ഞ് നിലവിളിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി ഭൂമിയിലോട്ട് വിട്ടത് അധികാരം തന്നിട്ടാണ്. ഈ ലോകത്തുള്ള സകല മന്ത്രവാദികളെ വാഴുവാനുള്ള അധികാരം സ്വർഗം നിനക്ക് തന്നിട്ടുണ്ട്.
അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ കരമടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. ഈ ഉലകത്തിലുള്ള സകല കൂടോത്രം ചെയ്യുന്ന വൻപൻ പാർട്ടികളെയും അധികാരത്തോടെ അവന്റെ അധികാരിയായിരുന്ന് അവനെ വാഴുന്ന ഒരു കൂട്ട് ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞാൽ ആ വിചാരവും കൂടോത്രവും ആവശ്യമില്ലാത്ത നേർച്ച കാഴ്ചയുടെ ശക്തി നിന്റെ അടുത്ത് വരുത്തില്ല. ഒന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിത് അകത്തോട്ട് ഈ ബോധ്യത വരാത്തത് കൊണ്ടാ, ഈ ബോധ്യത നിന്റെ അകത്ത് വരാത്തത് കൊണ്ടാ. സ്തോത്രം. ഈ ബോധ്യത വന്നാൽ നീ കരം വെക്കുന്നിടത്ത് മന്ത്രവാദിയുടെ മന്ത്രവാദത്തിന്റെ ചരട് പൊട്ടും. സ്തോത്രം. അവൻ ഓതിവിട്ട ആഭിചാരത്തിന്റെ സാന്നിധ്യത്തിന്റെ മുകളിൽ എന്റെ അധികാരം കയറി നിൽക്കും. സ്തോത്രം. ഞാൻ ഇറങ്ങി നിൽക്കുന്നിടത്ത് ഈ അധികാരം വ്യാപരിക്കാൻ തുടങ്ങും. ഇതങ്ങനെ അങ്ങോട്ട് വ്യാപരിക്കുമ്പോൾ എല്ലാ കൂടോത്രക്കാര് മന്ത്രം ജപിച്ചു വിട്ട് കൂടോത്ര മണ്ഡലത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ പവർ ഇറങ്ങും. ഈ ബോധ്യതയിൽ വേണം ജീവിക്കാൻ. സ്തോത്രം. ഈ ബോധ്യതയിൽ വേണം ജീവിക്കാൻ. ഈ ബോധ്യത വന്നാൽ അടുത്തുള്ള അമ്മാമ്മ കൂടോത്രം ചെയ്താൽ നമ്മൾ സ്തോത്രം പറഞ്ഞു നടക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഒരാള് മന്ത്രം ജപിച്ച് മന്ത്രം ജപിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടിട്ടാ നീ പ്രാർത്ഥിക്കും, കർത്താവേ അവൻ ഒരു മുട്ടയല്ല ഇട്ടോട്ടുള്ളൂ, 10 എണ്ണം തന്നായിരുന്നെങ്കിൽ നല്ലൊരു ബുൾസേ വെച്ച് തിന്നാമെന്ന് നിങ്ങൾ പറയും. ആ ഒരു മണ്ഡലത്തിലോട്ട് ദൈവം നിന്റെ ആത്മാവിനെ ശക്തീകരിക്കും. സ്തോത്രം പറ, സ്തോത്രം പറ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ എൻ്റെ വീടാകെ തകർന്ന് തരിപ്പണമാട്ട് കിടക്കുമ്പോൾ ആ വിചാരം ചെയ്തത് എടുക്കുവാൻ ഒരു ദൈവദാസനെ കൊണ്ടുവന്നത് എടുപ്പിച്ചു. അന്നത് കാണാൻ പോലും പേടിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വന്നപ്പോൾ 100 കണക്കിന് ഭവനത്തിൽ ചെന്നിട്ട് തോണ്ടി ആ വിചാരം കയ്യിലെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു കളയാനുള്ള അധികാരം സ്വർഗം തന്നു. ഇതെപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നറിയാമോ? ഈ വെളിപ്പാടിന്റെ അകത്ത് കയറിയത് കൊണ്ട് അവന്റെ സാദൃശ്യമോ സ്വരൂപം മാത്രമല്ല, അവന്റെ പവറും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ബൈബിളിന്റെ വലിയ കടും കെട്ടി കുറച്ച് പോയിന്റ് മനസ്സിലാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നല്ല. അത് നിന്നെ ബലപ്പെടുത്തുന്നതാണ്, നിന്നെ ഉറപ്പിക്കുന്നതാണ്. എന്നാൽ പുറത്തു വരണമെങ്കിലുണ്ടല്ലോ ഈ വെളിപ്പാട് നിന്റെ അകത്ത് കയറണം. സ്തോത്രം. ആമേൻ. പഴയ നിയമത്തിന്റെ അകത്ത് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. ഇതിനകത്ത് അറിയാത്തവരുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പിതാവ് ആരാണെന്ന് അറിയത്തില്ല, പുത്രൻ ആരാണെന്ന് അറിയത്തില്ല, പരിശുദ്ധാത്മാവ് ആരാണെന്ന് അറിയത്തില്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. ത്രിയേക ദൈവമാണ്. പിതാവില്ലാതെ പുത്രനില്ല, പുത്രനില്ലാതെ പരിശുദ്ധാത്മാവില്ല. ഇവർ 3 പേരും ഒന്നിച്ച് വസിക്കുന്നതാണ് യേശുവെന്ന് പറയുന്നയാൾ. സ്തോത്രം പറയാൻ പറ്റുമോ? ഇനിയും ആരും പറയരുത് എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ് അപ്പനിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. പറയണം എൻ്റെ യേശു. സ്തോത്രം. എൻ്റെ ദൈവമെന്ന് പറയരുത്. 33 കോടി ദൈവങ്ങളുള്ള നാട്ടിൽ എൻ്റെ ദൈവം എന്ന് പറയരുത്. പേരിട്ട ദൈവത്തിനെ പറയണം, എൻ്റെ യേശു എന്ന് പറയണം. ഹല്ലേലൂയ. തമ്പുരാൻ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വാഴാനുള്ള അധികാരം കൊടുത്തു വിട്ടു. എന്നാൽ യേശു കർത്താവ് അധികാരം ഇച്ചിരി സ്ട്രോങ് ആക്കി. മത്തായിയുടെ സുവിശേഷം 10:1. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധി പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. മർക്കോസ് 16 പറയുന്നു, അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരങ്ങൾ കൊടുത്തു. മർക്കോസ് 16:17 പറയുന്നു, യേശു കർത്താവ് തൻ്റെ മക്കൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 10:1 പറയുന്നു, ദുരാത്മാക്കളെ, അശുദ്ധാത്മാക്കളെയോ പുറത്താക്കുവാനോ സകലവിധ ദീനക്കാരെ, വ്യാധികളെ പുറത്താക്കാനുള്ള അധികാരം അവൻ തന്നു. അങ്ങനെയെങ്കിൽ ഈ വെളിപ്പാടിലോട്ട് കയറി വാ. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ നിങ്ങൾ മന്ദബുദ്ധികളായിട്ടിരിക്കരുത്. നിന്റെ ഉള്ളിൽ പകർന്നു വന്നിരിക്കുന്ന ആ അഭിഷേകമുണ്ട്, നിന്റെ ഉള്ളിൽ പകർന്നു വന്നിരിക്കുന്ന ദൈവശക്തിയുണ്ട്. അതൊന്ന് വിശ്വസിച്ച് ഈ തലത്തിലോട്ട് കയറി വാ.
ആമേൻ. ഇതാണ് പുതിയ വെളിപ്പാട്. ഒരു സ്തോത്രം പറ. ഇപ്പൊ നിങ്ങൾ ആരാണ്? പറ. ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. പേരിന് മാത്രമല്ല, പ്രവൃത്തിയിലും. പറഞ്ഞാട്ട് പ്രവൃത്തിയിലും. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് ഭൂതം ഇറങ്ങി പോകുന്നത്. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് രോഗികൾ സൗഖ്യമാകുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ദുരാത്മാക്കൾ നിലവിളിച്ച് ഇറങ്ങിപ്പോകുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ചിലത് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. ശംഭാലഭ അച്ചായ, ആ വയറിൻ്റെ അകത്ത് കിടക്കുന്ന കൂടോത്രമുണ്ടല്ലോ, അതല്ല നിന്നെ ഭരിക്കേണ്ടത്, നീയാണ് അതിനെ ഭരിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗം അതിന്റെ ശക്തി ഇട്ടിട്ടുണ്ട്. ഇന്ന് പാൽക്കാലത്ത് വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ വയറിന്റെ അകത്ത് എഴുന്നേറ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗം തന്നിരിക്കുന്ന അധികാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വയറിന്റെ അകത്ത് കിടക്കുന്ന ആ വിചാരത്തിന്റെ കെട്ട് യേശുവിന്റെ നാമത്തിൽ പൊട്ടാൻ പോകുക. എല്ലാവരും കരങ്ങൾ അടിച്ച റബന ശബ റബ അച്ഛാ 2 സെക്കൻഡ് പ്രാർത്ഥിച്ചോ. ഞാൻ വരിക. ഹല്ലേലൂയ. അധികാര കൈമാറ്റം അത് കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവൻ അധികാരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഈ വെളിപ്പാട് കേട്ടെന്ന് കയറി വാ. നിങ്ങളെന്ന് പറയുന്നത് ദൈവത്തിന്റെ സാക്ഷികളാണ്. നിങ്ങൾ ദൈവത്തിന്റെ അംബാസഡർമാരാണ്. യേശു പറയുന്നു, ഞാൻ ചെയ്യുന്നത് മുഴുവൻ നിങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചവൻ. പഠിപ്പിക്കുക മാത്രമല്ല, ഇവിടെ 12 എണ്ണത്തിനെ വിളിച്ചിട്ട് അധികാര കൈമാറ്റം ചെയ്തു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ അത്തരച്ചില അധികാര കൈമാറ്റങ്ങൾ യേശുവിൻ്റെ നാമത്തെ സംഭവിക്കട്ടെ. സകല മന്ത്രവാദികൾ കെട്ടിവച്ചിരിക്കുന്ന ആ കയറിന്റെ പാൽക്കാലം പൊട്ടട്ടെ. കൂടോത്രം ചെയ്തിരിക്കുന്ന വയറിൻ്റെ അകത്ത് ജപിച്ചിട്ടിരിക്കുന്ന എല്ലാവിധമായ ആഭിചാരത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഹല്ലേലൂയ. ചെല്ല്. ആ വയറെ കൈവച്ച് പ്രാർത്ഥിക്കുക. എന്നോട് ദൈവം പറയുന്നു, അവിടെ എന്താ സംഭവിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ ആ വയറ്റിൽ കിടക്കുന്ന വേണ്ടാത്ത കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിച്ചു പോട്ടെ. പ്രാർത്ഥിക്കുക. ആ കെട്ടഴിയുക. ഇന്ന് നീ ഹോളി വിട്ടു പോകുമ്പോൾ നീ സ്വതന്ത്രനായിട്ട് ദൈവത്തിന്റെ പ്രിയമകനായി നിന്നെ ദൈവം പറഞ്ഞു വിടുന്ന ഒരു പാൽക്കാലമാ. ഹല്ലേലൂയ. കരങ്ങൾ നല്ലപോലെ ചേർത്തൊളിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തെ സകല അന്ധകാരം പാലിനെയോ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ അധികാരം ഞങ്ങൾ ഇന്ന് പാൽക്കാലം ഇവിടെ റിലീസ് ചെയ്യുക.